ചെവിക്കുടയുടെ ധർമ്മം ശബ്ദതരംഗങ്ങളെ സ്വീകരിച്ച് കർണനാളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കർണനാളത്തിലൂടെ വരുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. ഈ ദൃശ്യം ശ്രദ്ധിക്കുക. കർണനാളത്തിലൂടെ വരുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തിൽ കമ്പനങ്ങൾ ഉളവാക്കുന്നു. ഈ കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥികളിലൂടെ ആന്തരകർണത്തിലെ ഓവൽ വിൻഡോയിലെത്തുകയും ഓവൽ വിൻഡോയിൽ കമ്പനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ശബ്ദതരംഗങ്ങൾ ആന്തരകർണത്തിൽ എത്തുന്നത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കിയല്ലോ. കർണപടത്തിലുണ്ടാകുന്ന കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥികൾ വഴി ഓവൽ വിൻഡോയെ കമ്പനം ചെയ്യിക്കുന്നു. ഓവൽ വിൻഡോയിലുണ്ടാകുന്ന കമ്പനങ്ങൾ കോക്ലിയയ്ക്കുള്ളിലെ മുകളിലത്തെ അറയിലെ പെരിലിംഫിനെ കമ്പനം ചെയ്യിക്കുന്നു. കോക്ലിയയ്ക്കുള്ളിലെ പെരിലിംഫിനുണ്ടാകുന്ന കമ്പനങ്ങൾ ബേസിലർ സ്ഥലത്തിൽ കമ്പനങ്ങളുണ്ടാക്കുന്നു. ഈ കമ്പനങ്ങൾ രോമകോശങ്ങളെ ചലിപ്പിക്കുന്നു. രോമകോശങ്ങൾ ടാക്ടോറിയൽ സ്തരവുമായി സ്പർശിക്കാനിടയാകുന്നു. ഇത് രോമകോശങ്ങളിൽ ഉദ്ദീപനം ഉണ്ടാക്കുന്നു. ഈ ഉദ്ദീപനങ്ങൾ വൈദ്യുത രാസ ആവേഗങ്ങളായി ആക്സോണിലൂടെ ശ്രവണനാഡിയിലെത്തുകയും ശ്രവണനാഡിയിലൂടെ മസ്തിഷ്കത്തിലെത്തി ശബ്ദമായി രൂപപ്പെടുകയും ചെയ്യുന്നു.